കോവിഡ് കാലത്തെ 6 മണി വാർത്താ സമ്മേളനങ്ങളെ പ്രതിപക്ഷം പരിഹസിച്ചിരുന്നു. കരുതലിനു പിന്നിൽ PR കരങ്ങളുണ്ട് എന്ന്. പക്ഷേ മഹാമാരിക്കാലത്ത് കണ്ണിചേരാതെ ജീവിതങ്ങളെ സർക്കാർ ചേർത്ത് പിടിച്ചപ്പോൾ ജനം അതിനെ തള്ളിക്കളഞ്ഞു. ഇന്നിപ്പോൾ ഖേദം പ്രകടിപ്പിക്കുമ്പോഴും ദ ഹിന്ദു വെളിപ്പെടുത്തുന്നു പിണറായി വിജയന്റെ അഭിമുഖം ഇങ്ങോട്ട് വന്ന് ശരിയാക്കിയത് ഒരു PR ഏജൻസിയാണെന്ന്. മുഖ്യമന്ത്രിയുടേതായി വന്നത് എഴുതിക്കൊടുത്തത് ആ ഏജൻസിയാണെന്ന്. കോഴിക്കോട്ടെത്തി പറഞ്ഞതിൽ പലതും ഉണ്ടായിരുന്നെങ്കിലും പറയേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ആ PR ഏജൻസിയുമായുള്ള ബന്ധം? അഭിമുഖത്തിൽ അരുതാത്തത് തിരികെ കയറ്റാൻ ആ ഏജൻസിക്ക് ആരാണ് നിർദ്ദേശം കൊടുത്തത്, അധികാരം കൊടുത്തത്? ചോദ്യം ഇതാണ്. PR പെടുത്തിയോ? ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ അല്പനിമിഷങ്ങൾക്കകം എത്തിച്ചേരും. കോൺഗ്രസിൽ നിന്നും KS ശബരിനാഥൻ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ഇടനിരീക്ഷകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവരാണ്. ഞാൻ ആദ്യം ജയേന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയേന്ദ്രൻ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ഹിന്ദു പത്രത്തിലെ വാർത്ത അവർ തിരുത്തിയതിനെക്കുറിച്ചും പറയുന്നു. പക്ഷേ PR ഏജൻസിയെക്കുറിച്ചും മൗനം. അതെന്താണ് അങ്ങനെ? എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുക. ഏതായാലും സ്മൃതി, അക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹിന്ദു പോലുള്ള ഒരു പത്രം, നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് കാണുന്നൊരു പത്രമാണത്. അവരുടെ എഡിറ്റർ ഇങ്ങനെ പറഞ്ഞു, അവരുടെ വിശദീകരണം വായിച്ചപ്പോഴാണ് അത്ഭുതം തോന്നിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ അതിൻ്റെ മറുപടിയായിട്ട് ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റർ അയച്ചിരിക്കുന്ന ആ മറുപടി ഇങ്ങനെയൊക്കെ, ഹിന്ദുവിൻ്റെ എഡിറ്റർ, മറ്റേതെങ്കിലും പത്രമാണ് നമ്മൾ ശ്രദ്ധിക്കില്ല, സീരിയസ് ആയിട്ട് അത് കാണില്ല. പക്ഷെ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ മനസ്സിലുള്ളൊരു സങ്കല്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് അത്ഭുതപ്പെട്ടു പോയത്. പിന്നെ ഒരു കാര്യം ഓർത്താൽ, ഈ ചീഫ് എഡിറ്ററായിരുന്ന N റാമിനും പിന്നീട് വന്ന സിദ്ധാർത്ഥ രചനയ്ക്ക് എന്താണ് സംഭവിച്ചത്, പിന്നീട് അങ്ങോട്ടാണ് ഹിന്ദുവിൻ്റെ പോക്ക് എന്നൊക്കെ നോക്കുന്നവർക്ക് അതിൽ അത്ര അത്ഭുതം തോന്നുന്നില്ലെങ്കിലും ഈ പ്രസ്താവനയിൽ, എഡിറ്ററുടെ പ്രസ്താവനയിൽ വലിയ അത്ഭുതം തോന്നി. ഒരു കാര്യം. രണ്ടാമത്, PR ഏജൻസിയെ വെച്ചത് ആരാണ്? PR ഏജൻസി അവിടെ ഉള്ളതാണല്ലോ, നേരത്തെ തന്നെ 2000 തുടക്കത്തിലാണ് അവരുള്ളത്. ഇപ്പം ഇത് മാത്രമല്ല, മറ്റ് പലരും PR ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾ പലരും ചെയ്യാറുണ്ട്. ഈ സാഹചര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന് PR ഏജൻസിയെ സമീപിക്കേണ്ടുന്ന സാഹചര്യം എന്താണെന്നുള്ളത് അദ്ദേഹമോ അല്ലെങ്കിൽ പാർട്ടിയോ വിശദീകരിക്കാതെ മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. എന്താണ് ആ പാർട്ടി വിശദീകരിക്കട്ടെ. ശ്രീ ജയേന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാറും റെഡി ആയിട്ടുണ്ട്. ശ്രീ അരുൺകുമാർ, താങ്കൾക്ക് പറയാം, ഈ PR ഏജൻസിയെക്കുറിച്ച് മുഖ്യമന്ത്രിയൊന്നും വിശദീകരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ദ ഹിന്ദു പോലുള്ള പത്രത്തിന് എടുക്കണമെങ്കിൽ ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ എന്താണ് ഈ PR ഏജൻസിയുടെ റോൾ? എന്തിനാണ് മുഖ്യമന്ത്രി ഒരു PR ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നത്? മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു പത്രത്തിന് എടുക്കണമെങ്കിൽ ഒരു PR ഏജൻസിയുടെയും അനുവാദമോ അല്ലെങ്കിൽ അവരുടെ സഹായമോ അവരുടെ ഒരു മീഡിയേഷനോ ആവശ്യമില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലടക്കം പല ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ നേരിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് എഡിറ്റേഴ്സ് അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആ ഇന്റർവ്യൂ, അഭിമുഖം എല്ലാം എടുക്കുന്നതാണല്ലോ നമുക്ക് മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കുക. ഇവിടെ മുഖ്യമന്ത്രി പറയാത്ത വാചകം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു ദിനപത്രത്തിനാണ് കത്തയച്ചത്, അല്ലാതെ ഏതെങ്കിലും ഒരു PR ഏജൻസിക്കല്ല. കൃത്യമായി ഹിന്ദു ദിനപത്രത്തിന് കത്തയക്കുന്നു. പറയാത്ത വാചകങ്ങൾ ആ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു പത്രം എന്ന രൂപത്തിൽ അത് തിരുത്തണം എന്നാവശ്യപ്പെടുന്നു. അത് ശിരസാ വഹിച്ചുകൊണ്ട് ആ റെപ്രസെന്റേഷന്റെ അടിസ്ഥാനത്തിൽ അവർ അപ്പോൾ തന്നെ അത് തിരുത്തി വാർത്ത പുറത്തുവിടുന്ന സാഹചര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള PR ഏജൻസി ഈ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാനോ വാർത്ത ശേഖരിക്കാനോ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് ഇന്റർവ്യൂ എടുത്തത് ഹിന്ദുവിന്റെ ഔദ്യോഗിക ലേഖിക എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തിയ ആളുകളാണ്. വഴിയാണോ എന്താണോ ഒന്നും നമ്മുടെ മുന്നിൽ. അരുൺകുമാർ, ഹിന്ദുവിന്റെ ഖേദപ്രകടന കുറിപ്പ് വായിച്ചല്ലോ അല്ലേ? ഞാൻ വായിച്ചു. അപ്പോൾ അതിൽ ഈ കേസൻ എന്ന PR ഏജൻസിയും ഒന്ന് പറഞ്ഞോട്ടെ, ആ ഏജൻസിയാണ്
ഹിന്ദുവിനെ സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ അഭിമുഖം ശരിയാക്കി തരാമെന്ന് അങ്ങോട്ട് പറയുന്നു. അങ്ങനെ ഹിന്ദുവിന് ഒരാവശ്യമുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതങ്ങനെയില്ല, താങ്കൾ അത് വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു PR ഏജൻസി വരുന്നു, അതിന് 2 പ്രതിനിധികൾ ഈ അഭിമുഖത്തിൽ ഉടനീളം ഇരിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി അന്ന് പറയാത്ത കാര്യം, മുമ്പ് പറഞ്ഞ കാര്യം, 21-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി എടുത്തു ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് അതേപടി എടുത്തു ചേർക്കുകയാണ് ശോഭന കെ നായർ എന്ന എഡിറ്റർ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ PR ഏജൻസി എന്തിനാണ് ഇടപെടുന്നത്? ആ PR ഏജൻസിക്ക് ആരെങ്കിലും ഒരു പണം കൊടുക്കുന്നുണ്ടാവുമല്ലോ. PR ഏജൻസി ഹിന്ദു പണം കൊടുത്ത് വന്നതല്ലല്ലോ. അപ്പോൾ PR ഏജൻസി ആര് ചുമതലപ്പെടുത്തി? PR ഏജൻസിയാണല്ലോ ഇത് കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് ഹിന്ദു പറയുന്നത്. ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ PR ഏജൻസിയെ നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് കൂടി പറയണം. PR ഏജൻസിയോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം എന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാത്തത്? അല്ല, അതിപ്പോ സ്വാഭാവികമായിട്ടും വരും. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 29-ാം തീയതി ഇന്റർവ്യൂ കൊടുക്കുന്നു, 30-ാം തീയതി പത്രത്തിൽ അത് അച്ചടിച്ചു വരുന്നു. പത്രം രാവിലെ ഇറങ്ങി, ഉച്ചയോടുകൂടി പല രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയാത്ത വാക്കുകൾ വച്ച്, ചില വാചകങ്ങൾ വച്ച് വലിയ രൂപത്തിലുള്ള പ്രചരണം വരുന്നു. അത് ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നത് അപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. മുഖ്യമന്ത്രി അത് മനസ്സിലാക്കുന്നു. രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ചോദിക്കുന്നു, ഒരു കത്തയക്കുന്നു. ആ കത്തിന് മറുപടി വരുന്നു. കൃത്യമായി പറയാം, മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്ത് ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖികയാണ്. ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖികയ്ക്കാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം വാക്കാൽ പറയുന്നത് എഴുതിയെടുക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ റെക്കോർഡിംഗും ഈ ലേഖികയുടെ കയ്യിലുണ്ട്. ആ സമയത്ത് മറ്റാരും അവിടെ പ്രസന്റ് അല്ല. ഈ ലേഖിക പുറത്തിറങ്ങിയതിനു ശേഷം മറ്റാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഹിന്ദുവിന്റെ ഏറ്റവും ഔദ്യോഗിക ലേഖികയാണ് വന്നത്. അവർക്കാണ് അനുവാദം കൊടുത്തത്. അവർക്കാണ് മുഖ്യമന്ത്രി വോയിസ് ആയിട്ട് പറഞ്ഞത് റെക്കോർഡ് ചെയ്തത്. അതുപോലെ തന്നെ പേന കൊണ്ട് പേപ്പറിൽ എഴുതിയെടുക്കുകയും ചെയ്ത ലേഖിക മാത്രമാണ്. PR ഏജൻസിയെ ആര് നിയോഗിച്ചു എന്നൊരു ചോദ്യം വരണ്ടേ? അങ്ങനെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്നും വരുന്നില്ല, പാർട്ടിയിൽ നിന്നും വരുന്നില്ല, നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. PR ഏജൻസി ആര് നിയോഗിച്ചു? ഞങ്ങൾ നിയോഗിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് ഇപ്പോൾ ഉറച്ചു പറയാം. അങ്ങനെയാണോ? അത് ഉറച്ചു പറയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് വേണ്ടി, അഭിപ്രായം പറയുന്ന അഭിമുഖത്തിന് വേണ്ടി PR ഏജൻസിയെ വയ്ക്കുന്ന ഒരു ചരിത്രമില്ല, ഇപ്പോഴുമില്ല, ഈ കേസിൽ വച്ചിട്ടുമില്ല. ഞാൻ ആധികാരികമായി പറഞ്ഞല്ലോ, താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു ലേഖിക മാത്രം ഗുരുതരമാണ്. കേസൻ ഒരു ഹിന്ദു അല്ല, ഒറ്റ മിനിറ്റ്. അതെ, ഹിന്ദു ദിനപത്രത്തിന്റെ ഒരു ലേഖിക മാത്രമാണ് ഹിന്ദു പത്രത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് സമയം മേടിച്ചത്, സമയം അനുവദിച്ചത്, ആ സമയം പ്രയോജനപ്പെടുത്തിയത്, അത് വോയിസ് റെക്കോർഡ് ചെയ്തത്, എഴുതിയെടുത്തത്. മറ്റൊരു PR ഏജൻസിയും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടില്ല, PR ഏജൻസിയും ഇതിൽ ഇടപെട്ടിട്ടില്ല. ആധികാരികമായി അങ്ങനെയെങ്കിൽ അരുൺ, ഹിന്ദു ദിനപത്രത്തിന്റെ ഖേദപ്രകടനം നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന വലിയ വാചകങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞു. കളവ് പറയുന്നു ദ ഹിന്ദു എഡിറ്റർ എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു. അത് വരും. എന്താണ് ഇത്ര താമസം എന്നേ? അല്ല, അതൊക്കെ വരുന്നേ. അല്ലെ, ഇപ്പൊ 30-ാം തീയതി ഇന്നലെ രാവിലെ പത്രം ഇറങ്ങി. ഇന്ന് ഉച്ചക്കല്ലേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് ബോധ്യപ്പെട്ടു. ഇന്നത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ദ ഹിന്ദുവിനെ പിഴവ് പറ്റി, ഞാൻ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം അത് പറയുമ്പോൾ അവർ നൽകിയിരിക്കുന്ന ഖേദപ്രകടനം അത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഇത് എത്തിക്കേണ്ട ആളുകൾ എത്തിക്കുന്നില്ല എന്നാണോ? അതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണോ പിഴവ് പറ്റുന്നത്? എവിടെയാണ് പിഴവ് പറ്റുന്നത്? അതൊക്കെ അല്ല, അതൊക്കെ ഒരു പിഴവുമില്ല. കൃത്യമായി അതിന്റെ വിവരങ്ങൾ പുറത്തു വരും. ഹിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്ത് കൊടുത്തപ്പോൾ തന്നെ അത് മറുപടി പറഞ്ഞ് വാർത്തയിലുണ്ടായിട്ടുള്ള ഖേദം രേഖപ്പെടുത്തി. അതിനുശേഷം PR ഏജൻസിയുടെ ഏതോ പേരുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു തരത്തിലും അതുമായി PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്തിട്ടില്ല. ഹിന്ദു ദിനപത്രം തന്നെയാണ്, ഔദ്യോഗിക ലേഖികയാണ് ബന്ധപ്പെട്ടത്. ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈ ഖേദപ്രകടനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന കാര്യങ്ങൾ അത് നടക്കാത്ത തെറ്റായ വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവനയും പ്രതിഷേധവും എല്ലാം വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരും. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് PR ഏജൻസിയെ യാതൊരു ബന്ധമില്ല. വീണ്ടും അസംതൃപ്തമായി പറയുന്നു. ഹിന്ദുവിന്റെ വിശദീകരണം കഴിഞ്ഞോ? മണിക്കൂറുകൾ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഒരു PR ഏജൻസിയെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണമായി പറഞ്ഞിട്ടില്ല. അതിൽ അസ്വാഭാവികതയുണ്ട്. ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസി എന്ന് പറയുന്നത് ചില്ലറ ഏജൻസിയല്ല, അത്യാവശ്യം അറിയപ്പെടുന്ന PR ഏജൻസിയാണ്. വലിയ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PR ഏജൻസിയാണ്. അപ്പോൾ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ട സമയം അതിക്രമിക്കുകയാണ് അഡ്വക്കേറ്റ് അരുൺ.
ഇപ്പൊ നിങ്ങളുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന CPM-ന്റെ പ്രതിനിധിയായിട്ടാണല്ലോ. ഏതായാലും ആധികാരികമായി ഔദ്യോഗികമായിട്ട് തന്നെയാണല്ലോ പറയുന്നത്, വ്യക്തിപരമല്ലല്ലോ. അത്തരത്തിൽ ഒരു ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു ബന്ധവുമില്ല. ഇത്തരത്തിലൊരു ഏജൻസിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുകയുമില്ല. ഇന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കത്തായിട്ട് കൊടുത്തപ്പോൾ ഇന്റർവ്യൂവിൽ വന്ന പാകപ്പഴ അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്ത് നിർവാജ്യം ഖേദിച്ച് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഏതെങ്കിലും ഒരു ഏജൻസി അവരുടേതായിട്ടുള്ള ഡിഫൻസ് എന്തോ പറഞ്ഞതായിരിക്കാം. അതിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ മറ്റു കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരു ബന്ധമില്ല, മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല. ഒരു വ്യക്തി എന്ന രൂപത്തിൽ അവരുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഐഡന്റിറ്റി കാണിച്ച് ഹിന്ദുവിന്റെ ഔദ്യോഗിക ലേഖിക എന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഇന്റർവ്യൂവിന് സമയം ചോദിച്ചത്. ഈ ഇന്റർവ്യൂ കൊടുത്തതിന്റെ തലേദിവസം ഈ ഹിന്ദുവിന്റെ തലവൻ N. റാമും അതുപോലെ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയുമെല്ലാം സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയതാണ്. അതുപോലെ മറ്റു പല പത്ര ഏജൻസികളും മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ട് എന്നതുകൊണ്ട് പത്രക്കാരും മാധ്യമങ്ങളും എല്ലാം അവസരം ചോദിക്കുന്ന സാഹചര്യവും നിരന്തരം ഉണ്ടാകുന്നതാണ്. ഇത് ഹിന്ദുവിന് കൊടുത്തത് കൃത്യമായി ഹിന്ദു ദിനപത്രത്തിന്റെ ഔദ്യോഗിക ലേഖികയാണ് വന്ന് റെക്കോർഡ് ചെയ്തെടുത്തത്. അതിന്റെ വോയിസ് ക്ലിപ്പിംഗ് വരെ അവർക്കുണ്ട്. ഇങ്ങനെ ഈ ഘട്ടത്തിൽ അത് പുറത്തുവിടേണ്ടതാണെന്ന് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ ലേഖിക തന്നെ പറയുന്നു, ഈ ഭാഗം അതായത് കഴിഞ്ഞ ദിവസം 21-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിൽ ചേർക്കണം, ഈ അഭിമുഖത്തിന്റെ ഭാഗമായി ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എഴുതി തരണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നും അതുപ്രകാരം ആ PR ഏജൻസിയുടെ ഭാഗമായി എത്തിയിരിക്കുന്ന 2 പേർ അത് എഴുതി കൊടുത്തു എന്നുള്ളതാണ് അവർ പറയുന്ന തെളിവ്. അതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. നിങ്ങൾ ഈ PR ഏജൻസിക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുമോ? നിയമ നടപടികളിലേക്ക് കടക്കുമോ? അതെല്ലാം വരും ദിവസങ്ങളിൽ, കാരണം ഇപ്പൊ ഇന്ന് വൈകുന്നേരമാണല്ലോ ഇതിന്റെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വാർത്തയും മറ്റു കാര്യങ്ങളും വരുന്നത്. ഇന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കേറിയ അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുകയാണ് കണ്ണൂരും മറ്റെല്ലാ പ്രദേശങ്ങളിലും. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂരിലെ പരിപാടികളിലാണ്. ഇപ്പോഴാണ് പൊതുസമ്മേളനം അവസാനിച്ചത്. അതിനുശേഷവും ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളുണ്ട്. അത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പൊ പല ഘട്ടങ്ങളിലും വാർത്ത പുറത്തു വരുന്നു. പിന്നീടാണല്ലോ ആ വാർത്ത തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതും മാപ്പ് പറയുന്നതും പിൻവലിക്കുന്നതും ഖേദം പ്രകടിപ്പിക്കുന്നതും നിയമ നടപടി സ്വീകരിക്കുന്നതും എല്ലാം അതിനുശേഷമുള്ള സബ്സിക്വന്റ് ഇവന്റ്സ് ആണ്. അത് വരും. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരു ബന്ധമില്ല. ഹിന്ദുവിന്റെ ഖേദപ്രകടനം എന്നുള്ളത് PR ഏജൻസി പറഞ്ഞത് ചേർത്തു എന്നതിലാണ്. എന്തായാലും മുഖ്യമന്ത്രി മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യം വ്യാജമായി ചേർത്തതാണ്. അതിന്റെ ഉത്തരവാദിത്വം ഹിന്ദുവിന് തന്നെയാണ്. ഹിന്ദുവിന്റെ റിപ്പോർട്ടർക്ക് കൊടുത്ത ഇന്റർവ്യൂ ആണ്. അവരുടെ വോയിസ് ക്ലിപ്പിംഗ്സ് കേട്ടാൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞുള്ള വാചകം അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അവർക്ക് അവരുടെ തെറ്റു മനസ്സിലായിട്ട് തന്നെയാണ് അവർ ഖേദം പ്രകടിപ്പിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് വിശദമായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ഇവിടെ ഉയർന്നു വന്ന മുഴുവൻ വാർത്തകളും അല്ലെങ്കിൽ പ്രചരണങ്ങളും തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. ശരി, KS ശബരിനാഥൻ, ഇപ്പോൾ അരുൺകുമാറിന്റെ വിശദീകരണം കോൺഗ്രസിന് തൃപ്തികരമാണോ? കാരണം നിങ്ങൾ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്താൻ തുടങ്ങിയത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും ഇന്നലെയുമല്ലല്ലോ. ഈ കോവിഡ് കാലത്തും നന്മയുടെ പ്രതീകമായി മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ അവതരിപ്പിച്ചത്, കരുതലിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്ന ഒക്കെ ഒരു PR ഏജൻസിയുടെ പ്രവർത്തനമാണ്. അതിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, അതിനായി വലിയ ഏജൻസികൾക്ക് പണം കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ നേരത്തെയുള്ള ആരോപണമാണ്. അവിടെയാണ് കേസ് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ്. അപ്പോൾ അവർക്ക് പണം കൊടുത്ത് അവരെ ഏൽപ്പിച്ചു എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഹിന്ദുവിന്റെ ലേഖിക തന്നെ ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് കൂടി CPM വക്താവ് പറയുമ്പോൾ എന്താണ് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സ്മൃതി, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വെബ്സൈറ്റ് നോക്കുകയായിരുന്നു. അതിനകത്ത് 2 പ്രമുഖ വ്യക്തികളുണ്ട്. ശ്രീ N. പ്രഭാവർമ്മ, നമുക്കെല്ലാം അറിയാവുന്ന കവിയായിട്ടുള്ള, എനിക്ക് നല്ല പേഴ്സണലായിട്ട് ബന്ധമുള്ള പ്രഭാവർമ്മ സാറുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടതുപക്ഷത്തിലൂടെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ശ്രീ PM മനോജ് ഉണ്ട്. ഒരാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ്, രണ്ടാമത്തെയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയാണ്. ഈ 2 ആളുകൾക്ക് എന്താണ് പണി? എന്തിനാണ് ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം എല്ലാ മാസവും കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് കൊടുക്കുന്നുള്ള മറുപടി കൂടെ എന്നോട് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അരുൺകുമാർ പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഇന്റർവ്യൂ നടന്നപ്പോൾ, മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവിടെ പ്രഭാവർമ്മയും ഇല്ല, മനോജും ഇല്ല. പകരം കൈസൺ എന്ന് പറഞ്ഞ കമ്പനിയിലെ 2 എക്സിക്യൂട്ടീവ്സ് ആണ് ഡൽഹിയിൽ ഇന്റർവ്യൂ ഇരുന്നത്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, കൈസൺ എന്ന് പറഞ്ഞ ഈ കമ്പനി കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ PR ഏജൻസിയാണോ? നമ്മൾ സാധാരണ PRD
ഇതുപോലെ ഏജൻസികളെ എംപാനൽ ചെയ്യുന്ന പോലെ അഡ്വർടൈസിംഗ് കമ്പനികളെ എംപാനൽ ചെയ്യുന്ന പോലെ കേരള സർക്കാർ ഒരു ഔദ്യോഗിക പ്രോസസ്സിലൂടെ എംപാനൽ ചെയ്ത PRDക്ക് കീഴിലുള്ള ഇൻഫർമേഷൻ PRD വകുപ്പിന്റെ അംഗീകൃതമായിട്ടുള്ള ഒരു PR ഏജൻസിയാണോ കൈസൺ എന്നുള്ള ഒരു മറുപടി കിട്ടിയാൽ കൊള്ളാം. കൈസന്റെ പ്രതികരണം, ഒരു മിനിറ്റ് ശബരി, കൈസന്റെ പ്രതികരണം ഞങ്ങൾക്ക് സർക്കാരുമായി ബന്ധമുണ്ട് എന്ന പ്രതികരണമാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയത്. അതിലപ്പുറം അവരുടെ പ്രതികരണം ലഭിച്ചിട്ടുമില്ല. ബന്ധമുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ PR ഏജൻസി എങ്ങനെ വന്നു എന്നത് കൂടുതൽ ഗൗരവത്തുള്ള വിഷയമായി മാറുകയാണ്. അതല്ല ഞാൻ സ്മൃതി, അതിപ്പോൾ കൈസൻകാര് പറയുകയാണ് അവർ PR ഏജൻസി ആണെങ്കിൽ എന്റെ അഭിപ്രായം 4ാമത്തെ ഫ്ലോർ സെക്രട്ടേറിയറ്റിലുള്ള ശ്രീ PM മനോജിന്റെയും പ്രഭാവർമ്മ സാറിന്റെയും ആ 2 കസേരയിൽ പോയി കൈസൻകാരെ ഇരുത്തണം എന്നാണ്. പ്രഭാവർമ്മ സാറിന് കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള കലാപ്രവർത്തനം നടത്തുവാനും ശ്രീ PM മനോജിന് ദേശാഭിമാനി പോയി കൂടുതൽ വാർത്തകൾ എഴുതുവാനുള്ള അവസരം കൊടുക്കണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ഇനി വരുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. കാലാകാലങ്ങളായി UDFന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉള്ള സമയം മുതൽക്ക് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുഖ്യമന്ത്രി ഒരു PR ഏജൻസിയെ യൂസ് ചെയ്യുന്നു. ഈ പറഞ്ഞ മാറ്റവും മറ്റു കാര്യങ്ങളും പത്രസമ്മേളനങ്ങളൊക്കെ ഒരു PR ഏജൻസിയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ സംസാരിച്ച് കയർത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ്. നരേന്ദ്രമോദിയും ഒരു PR ഏജൻസി നടത്തിയാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നരേന്ദ്രമോദി BJP ലൈൻ നല്ലൊരു ബാന്ധവം ഉള്ളതുകൊണ്ട് ആ ലൈനിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നതിൽ അവർക്ക് തെറ്റില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ CPM-ഉം RSSും തമ്മിലുള്ള ഈ ഒരു ബാന്ധവം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണോ ഈ PR ഏജൻസി ഉപയോഗിക്കുന്നത്? ഞാൻ ചോദിക്കുവാനുള്ള കാരണം ഹിന്ദുവിന്റെ മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നത് ശോഭ നായർ നടത്തിയ ഇന്റർവ്യൂവിൽ ഈ 2 വരികൾ കൂടി ചേർക്കണം എന്ന് പറഞ്ഞത് ഈ PR ഏജൻസിയാണെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി അത് വാക്കാൽ പറഞ്ഞതുമില്ല, എന്നാൽ അത് ഇന്റർവ്യൂവിൽ വരണം. ആർക്കാണ് മുഖ്യമന്ത്രി വാക്കാൽ ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം പക്ഷെ പ്രധാനപ്പെട്ട വിഷയം നാളത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വരണമെന്ന് പറയാനുള്ള നിർബന്ധമാർക്കായിരുന്നു? ആ നിർബന്ധപ്പെടുത്ത ഈ പറഞ്ഞ കൈസന്റെ 2 ഉദ്യോഗസ്ഥർ BJPയും CPM-ഉം തമ്മിൽ ശ്രീ MR അജിത് കുമാറിനെ പോലെ മറ്റാളുകളെ പോലെ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു അടുത്ത കണ്ണിയാണോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. കാരണം പല PR ഏജൻസി അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ പത്രത്തിൽ ഈ സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷം കാലങ്ങളായി പറയുന്ന ഈ വിഷയങ്ങൾ കൃത്യമായി തന്നെ വരികയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞ പഴയ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. P ശശി ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ലൈൻ അത് PR ഏജൻസി പറഞ്ഞിട്ടാണോ ചെയ്തത്? കാരണം അങ്ങനെയല്ല എന്ന് PV അൻവർ അടക്കമുള്ള CPM-ന്റെ പാർട്ടി സഹായിച്ച് ജയിച്ചെന്ന് MLA-മാർ പറയുന്നു. LDF-ന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPM-ന്റെ ശ്രീ ബിനോയ് വിശ്വം, ശ്രീ പ്രകാശ് ബാബുവും അജിത് കുമാറിനെയും P ശശിയെയും ഡിസോൺ ചെയ്യുമ്പോൾ അത് ഏറ്റവും മികച്ച ആളാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഇതേ PR ഏജൻസി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഈ ഒരു കോക്കസ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തീരുമാനവും പ്രത്യേക നറേറ്റീവുമാണോ? അതേപോലെ തന്നെ ഇന്ന് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൊടുത്ത ബൈറ്റിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അൻവറിന്റെ പ്രസംഗത്തിന് പോയ ആളുകൾ, മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ എല്ലാം SDPI-യും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്നു. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇന്നലത്തെ ആ മീറ്റിംഗിൽ ഞാൻ അൻവറിനെ ന്യായീകരിക്കുകയല്ല. ആ സ്വാഗതം പറഞ്ഞ സഖാവ് സുഗു നിലമ്പൂരിലെ ഏതോ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിരുന്നു. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ അവിടെ മുതലക്കുളത്തെ പ്രോഗ്രാം ഞാൻ കാണുമ്പോൾ ഏതോ ഒരാൾ വന്ന് ഞാൻ CPI-യുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പറാണെന്ന് പറഞ്ഞ കാർഡ് കാണിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ എന്താ പറയാ ആന്റി നാഷണൽ ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് ഇത് പറയുന്നത് ആരാണ്? ഡൽഹിയിൽ നരേന്ദ്രമോദി. ഇവിടെ സർക്കാരിനെതിരെ സംസാരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പാകിസ്ഥാനിൽ പോകണം, നമ്മളെ പോലത്തെ ആളുകളൊക്കെ അർബൻ നക്സലാന്ന് പറഞ്ഞതാരാണ്? ഈ BJP മീത്. അപ്പൊ അതേ ഒരു രീതിയിലാണ് ഇവർ പോകുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഒരു പ്രത്യേക ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി RSSനോടൊപ്പം ചേർന്ന് നിന്ന് പിണറായി വിജയൻ ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. അത് കൈപൊള്ളിയപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഹിന്ദു പത്രത്തിന്റെ ചുവലിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് മാറാൻ നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി അന്ന് പത്രസമ്മേളനത്തിൽ 21-ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആന്റി നാഷണൽ എന്നുള്ളതിന്റെ മലയാള വാക്കായിട്ടുള്ള ദേശവിരുദ്ധ അല്ലെങ്കിൽ സംസ്ഥാന വിരുദ്ധ എന്നുള്ള വാക്കുകൾ അദ്ദേഹം മലപ്പുറം എന്ന് പറഞ്ഞൊരു ജില്ലയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ അതേ വാക്കുകൾ വീണ്ടും പത്രസമ്മേളനത്തിൽ പിറ്റേ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ ഹിന്ദു പത്രത്തിൽ
ഇന്ത്യ മുഴുവൻ കാണണമെന്ന് തീരുമാനമെടുത്ത് ആ വരികൾ അതാരാണ് കൂട്ടിച്ചേർത്ത ആ തീരുമാനിക്കുന്നത് PR എന്നുള്ളതാണ്. ഏജൻസിയുടെ അതെ, പിന്നിലുള്ള nexus അതിന് എന്താണ്? ലീഡ് ആര് എന്നൊക്കെയുള്ള നിശ്ചയിക്കുന്നു കൃത്യമായി എന്നുള്ളതാണ്. അറിയണമെന്ന കാര്യമുണ്ട്. തീർച്ചയായും അതറിയേണ്ടതാണ്. ഞാൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഈ വിവാദത്തിൽ BJP എന്താണ് കാണുന്നത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്ന മട്ടിലാണോ മലപ്പുറം വിവാദത്തെ കാണുന്നത്? ഇപ്പോൾ ദ ഹിന്ദുവിൽ വന്ന വാർത്ത, അതിൽ PR ഏജൻസിയുടെ പങ്ക്. ഇപ്പോൾ CPM കൃത്യമായി പറയുന്നു ഞങ്ങൾ ആരെയും നിയോഗിച്ചിട്ടില്ല എന്ന്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറിൽ ഉണ്ടാകും എന്നും പറയുന്നു. പക്ഷേ ഈ PR ഏജൻസിയുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്നൊരു വരി പ്രതികരണം മാത്രം അവർ നടത്തുന്നു. ഇതിലെ പ്രിയദർശിനി SK എന്ന് പറയുന്ന ഈ ഏജൻസിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, അവർക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ ജൂപ്പിറ്റർ കമ്പനിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിനീത് ഹാൻഡ, അദ്ദേഹം മോദിക്ക് വേണ്ടി PR പരിപാടി നടത്തിയിരുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വഴികളും പോക്കുമൊക്കെ സംശയമുണ്ടാക്കുന്നതാണല്ലോ ശ്രീ ജയസൂര്യൻ. അതായത് മുഖ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യങ്ങൾ കൃത്യമായി പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. സത്യത്തിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് പറയുന്ന ഹിന്ദു പത്രത്തിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കണം. അതുപോലെ തന്നെ PR ഏജൻസി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പാർട്ടി തയ്യാറല്ല, സർക്കാർ തയ്യാറല്ല, മുഖ്യമന്ത്രി തയ്യാറല്ല. അപ്പോൾ മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇത് 21-ാം തീയതി കൃത്യമായും മുഖ്യമന്ത്രി കണക്ക് സഹിതം വിശദീകരിച്ച് പറഞ്ഞു. 147 കിലോ സ്വർണം വന്നതിൽ 124 കിലോയും മലപ്പുറത്താണ്. 125 കോടി ഹവാല പണം പിടിച്ചതിൽ 87 കോടിയും മലപ്പുറത്താണ്. ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദുവിൽ ആവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹിന്ദുവിൽ പറഞ്ഞത് തെറ്റും നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശരിയും എന്ന് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. സംഭവിച്ചത് എന്താണ്? അഭിമുഖത്തിൽ പറയാത്ത കാര്യമാണ്. അതെ, അങ്ങനെയാണെങ്കിൽ അഭിമുഖത്തിൽ പറയാത്ത കാര്യമാണെങ്കിൽ അത് എഴുതി കൊടുത്തു എന്ന് പറയുന്ന PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കട്ടെ, അതിനെതിരെ നിയമപരമായി നീങ്ങട്ടെ. അങ്ങനെ അത് ആ സംശുദ്ധത തെളിയിക്കണം. ഇനി അതൊന്നുമല്ല ഇതിന്റെ പ്രശ്നം, ഇതൊന്നുമല്ല, ഇതൊക്കെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അൻവറിന്റെ മുമ്പിൽ തോറ്റുപോയി പേടിച്ച് മുട്ടുമടക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിന്റെയും PV അൻവറിന്റെയും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ടാണ് പിണറായി ഇന്ന് കേരളം ഭരിക്കുന്നത്. പിണറായി അടിമയാണ്, മുഖ്യമന്ത്രിയല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിമയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു. പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ കൂടി അൻവറുമായി ബന്ധം വിച്ഛേദിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അൻവറിനെതിരായ വിമർശനങ്ങളാണ് ഇന്നത്തെ പ്രസംഗത്തിലുടനീളം കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അൻവറിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ BJP? തീർച്ചയായിട്ടും. അതായത് അൻവർ എന്ന് പറയുന്നയാൾ, അതുപോലെ തന്നെ SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെയൊക്കെ പിൻബലത്തിലാണ് ഈ പാർട്ടി നിൽക്കുന്നത്. CPM, അത് FPI, അതായത് PFI നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയാണ് അതിനെതിരായിട്ട് നിന്നത്. അത് കേരള മുഖ്യമന്ത്രിയാണ്. അതായത് സകല തീവ്രവാദ സംഘടനകളുടെയും ഇസ്ലാമിക ശക്തി, അതായത് തീവ്രവാദ ഇസ്ലാമിക സംഘടനകളുടെയും പിൻബലത്തോടു കൂടി കഴിഞ്ഞ തവണ SDPIയുടെ പിൻബലത്തോട് 37 സീറ്റ് മത്സരിച്ചു, 30 LDF ജയിച്ചു. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കേരളം കണ്ട കാര്യമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെ പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി CPM എടുത്തിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് കൃത്യമായിട്ടും ഇവിടെ പരാജയപ്പെടുമോ എന്നുള്ള ഭയം. അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ പരിപാടിക്ക് എത്തുന്നത് SDPI പ്രവർത്തകരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന് CPM പറയേണ്ടതുണ്ടോ? ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് UDFന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന PFIയും എല്ലാ SDPIയും എല്ലാം CPMുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന സംഘടനകളാണ്. അവരുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് കേരളം ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്നത്. ആ പിണറായി വിജയന്റെ ഹൈജാക്ക് ചെയ്യാൻ PV അൻവർ ഒരുങ്ങുമ്പോൾ ആ PV അൻവറിന്റെ മുമ്പിലാണ് അദ്ദേഹം ഇപ്പൊ തോറ്റിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഈ ഏജൻസിയിലെ പ്രധാനികൾക്ക് BJPയുമായുള്ള ബന്ധത്തെ പറ്റി, BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
അന്വേഷിക്കട്ടെ, കേസ് കൊടുക്കട്ടെ, തെളിയിക്കട്ടെ. ആരോപണം പറഞ്ഞാൽ പോരാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ പോരാ. PR ഏജൻസി ഇല്ല എന്നിപ്പോൾ പറഞ്ഞല്ലോ. അരുൺകുമാർ പറഞ്ഞു PR ഏജൻസിയേ ഇല്ല, ഞങ്ങൾ വെച്ചിട്ടേ ഇല്ല എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരോപണം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഈ പറഞ്ഞ PR ഏജൻസി മൊത്തം RSS ആണ്, അല്ലെ BJP ആണ് എന്ന് തെളിയിക്കട്ടെ. എന്ന് തെളിയിക്കുന്നതിന് പകരം വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പൂച്ചു പുറത്തായിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോക്കറ്റിൽ കിടന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഇനി ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശരി. അപ്പോൾ അത്തരം പരാജയത്തിന്റെ മുമ്പിലാണ് ഇന്നിപ്പോൾ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ശ്രീ NM പിയേഴ്സൺ, ഇന്നിപ്പോൾ അരുൺകുമാർ പറയുന്നതും താങ്കൾ കേട്ടു. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും വരാത്തതും നമ്മൾ കണ്ടു. PR ഏജൻസിയുമായി മാധ്യമങ്ങൾ ബന്ധപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. അതിൽ കൂടുതൽ വിശദീകരണത്തിന് അവർ തയ്യാറാകുന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ദ ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് എടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നതാണ്. അതുതന്നെയാണ് CPM ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ ഏജൻസിയുടെ 2 പ്രതിനിധികൾ പങ്കെടുക്കുകയും അതിൽ ചേർക്കേണ്ട ഭാഗം എഴുതി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹിന്ദു ഇപ്പോൾ ക്ഷമാപണത്തിൽ പറയുന്നത്. ഈ ഖേദപ്രകടനം നടത്തിയത് കൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത്. അതല്ലെങ്കിൽ ആ വിവരം പുറത്തു വരികയുമില്ല. എങ്ങനെയാണ് താങ്കൾ ഇതിലെ സത്യം എന്താണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, ഇത് മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണല്ലോ. ഞാൻ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാഗസിനുകളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ ഇന്റർവ്യൂ തന്ന പ്രമുഖനായ നേതാവ് നമ്മളോട് അതൊന്ന് കാണിക്കണം എന്നാവശ്യപ്പെടാറ്. അങ്ങനെയല്ലേ സാധാരണ രീതിയിൽ അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് സമയമില്ല എന്നാണ് പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി അതേപോലെ തന്നെ മനോജിനെയുമൊക്കെ അവിടെ കൂടെ താമസിപ്പിക്കുന്നുണ്ടല്ലോ. അവർക്കത് പരിശോധിക്കാമായിരുന്നു. അപ്പൊ അവരത് പരിശോധിച്ചില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അത് ആ രീതിയിൽ ചർച്ച ചെയ്യുക. അവരെ രണ്ടുപേരും പിടിച്ചതിനൊന്ന് പുറത്താക്കുക. നേരത്തെ ശബരിനാഥ് പറഞ്ഞതുപോലെ എന്തിനാണ് അവരെ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സമയം കാണില്ലായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറയാത്തത് ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രസ് സെക്രട്ടറിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹായിക്കുമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എന്തായാലും മറ്റതെല്ലാം നമുക്ക് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാവുന്ന കാര്യങ്ങളാണ്. BJPയുടെ വിഷയമായി കഴിഞ്ഞാലും അൻവറിന്റെ കാര്യമായി മറ്റെല്ലാം അങ്ങനെയാണ് വരുന്നത്. എന്താണ് മുഖ്യമന്ത്രി ആ ഗൗരവം കാണിക്കാതിരുന്നത്? അതിനെങ്കിലും ഉത്തരം പറയാമല്ലോ കേരളത്തിനോട്. ഹിന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് അതിനകത്ത് കഥയില്ല എന്നുള്ളതാണ്. കാരണം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും തയ്യാറാവും? എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു പത്രം ഒരിക്കലും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് കരുതുന്നില്ല. അപ്പോഴാണ് PR ഏജൻസി എല്ലാം അവിടെ പ്രസക്തമായി വരുന്നത്. മാത്രമല്ല അവര് പറയുന്നത് പത്രം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ്. അതും കൂടി കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ഈ പത്രക്കാരെന്തിനാ നടക്കും? അതുകൊണ്ട് പത്രക്കാരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹിന്ദു പത്രം ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്ന നിലക്ക് അത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെയൊക്കെയാ അവർ മൗനം പാലിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ അവർ നിശബ്ദരായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒളി അജണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് സമൂഹത്തിന് സംശയിക്കേണ്ടി വരും. ആ ഒളി അജണ്ടകളാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. എത്രയോ ഗൗരവമായിട്ട് പത്രസമ്മേളനം നടത്തേണ്ട ഒരു സമയത്താണ് BJP പറയേണ്ടതായിട്ടുള്ള വാചകങ്ങളെല്ലാനും മുഖ്യമന്ത്രി പറയുന്നതായിട്ട് കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും ജനങ്ങൾ വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM-നെതിരെ ഉയർന്ന ശക്തമായിട്ടുള്ള വാദം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ട് RSS-ഉമായിട്ട് ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇതിനെ ഇല്ലാതെ ഇതേപോലെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആളുകളുടെ മുന്നിൽ ന്യായീകരിക്കാൻ നടക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അരുണുമായി ചോദ്യം ചെയ്യാത്തത്? ഇത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്, മുഖ്യമന്ത്രിയുടെ തെറ്റാണ്, മുഖ്യമന്ത്രി വരുത്തിയിരിക്കുന്നതായിട്ടുള്ള വലിയ പാകപ്പിഴയാണ്. കാരണം സാധാരണ എല്ലാ നേതാക്കളും ചെയ്യുന്ന ഒരു കാര്യം,
അവര് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൽ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടില്ല എങ്കിലും അതോടൊപ്പം തന്നെ തങ്ങൾ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിലും അത് പരിശോധിക്കാനായിട്ടുള്ള ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ഉണ്ട്, ഒരു മോണിറ്ററിംഗ് ഉണ്ട്. എന്താണ് ചെയ്യാതിരുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് മറ്റെല്ലാ ആരോപണങ്ങളും വളരെ പ്രസക്തമായി തീരുന്നത്. കാരണം മൗനത്തിന്റെ ഒരു പടലത്തിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അജണ്ടകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആരെയെങ്കിലും ചുമതലപ്പെടുത്തുകയും അവർ കൈയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാർക്സിസ്റ്റ് നേതാവിനെ മറ്റുള്ളവരാൽ ഇത്തരത്തിൽ കൈയിട്ട് വാരപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ആ നേതാവ് എന്തിനാണ് മാർക്സിസ്റ്റ് നേതാവായിട്ട് നടക്കുന്നത്? എന്ത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം? യാതൊരു ജാഗ്രതയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് കേരളത്തിനോട് ചോദിക്കുക. എന്തിനത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ശരി, ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഇപ്പോൾ അരുൺകുമാർ കൂടി ഈ കാര്യത്തിൽ ഒരു വിസ്തീർണം, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതാണല്ലോ പാർട്ടിയാണ് പറയേണ്ടത്, പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യമാണ് അരുൺകുമാർ വിസ്തീരിച്ചത്. പക്ഷെ അപ്പോഴും PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമോ, ദ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതുമേൽ പിന്നീട് തീരുമാനം വരും എന്ന് പറയുന്നു. അപ്പോൾ അതിനത്രയൊരു തിടുക്കമില്ല, ഇങ്ങനൊരു വഞ്ചന കാട്ടിയവരോടൊരു തിടുക്കമില്ല. സ്മൃതി, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജയസൂര്യൻ അടക്കം പറഞ്ഞ ചില പ്രശ്നങ്ങളൊന്ന് പരാമർശിക്കേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ച്. അതുകൂടെ പറഞ്ഞിട്ടങ്ങ് അതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന്. ഈ കേരളത്തിൽ 28% മുസ്ലിം ജനസംഖ്യ. ഇതിൽ LDFന്റെ ഷെയർ എന്ന് പറയുന്നത് 7% വരും. അതറിയാൻ വയ്യാത്ത ആരും ഈ പാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് 16-17% വരും ലീഗിനുള്ളത്. 1% SDPIക്ക്, ഒരു 0.5% വെൽഫെയർ പാർട്ടിക്കൊക്കെ ആയിട്ട്, പിന്നെ കോൺഗ്രസിന് കുറച്ചുണ്ട്, ലീഗിനും കുറച്ചുണ്ട്. ലീഗിനല്ല, BJPക്കും കുറച്ചുണ്ട്. അങ്ങനെയാണ് അത് വരിക. ഇത് ഈ 7% അവിടെ തന്നെ ഉണ്ടെന്നേ, അത് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു സംഗതി. അതവിടെ നിൽക്കുമ്പോഴാണ് ജയസൂര്യൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് പരിശോധിക്കാൻ ഈ ചർച്ചയിൽ പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മടിയുണ്ടായിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനുള്ള സമയം താങ്കൾക്ക് അനുവദിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു ഖേദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് ഞാൻ തൽക്കാലം. പിന്നെ ഈ ഹിന്ദു ഇഷ്യൂവിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ മാധ്യമ നൈതികത തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമെന്നാണ് ഞാൻ കാണുന്നത്. അത് കൃത്യമായിട്ടുമുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു എഡിറ്റർ ഹിന്ദുവിനെ പോലുള്ള ഒരു പത്രത്തിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ഹിന്ദുവിനെ നമ്മൾ കാണുന്നത് എന്താണ്, അവർക്ക് ദാർശനികമായും രാഷ്ട്രീയമായും ഒരു ഇടതുപക്ഷ ബേസാണുള്ളത് എന്നാണ് വിലയിരുത്തപ്പെട്ട് പോന്നിട്ടുള്ളത്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് കുറച്ച് നാളായിട്ടുള്ള മറ്റൊരു കാര്യം. എങ്കിലും പൊതുവിൽ അങ്ങനെയാണ് വിലയിരുത്തപ്പെട്ട് പോരുന്നത്. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് കൂടി പറയുന്നവരുണ്ട് വിമർശന സ്വഭാവത്തിൽ. ഏതാണ് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറയുന്നവർ കൂടിയുണ്ട് ഹിന്ദുവിനെ. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അതൊക്കെ പിന്നെ റാമിനെ തന്നെ പുറത്താക്കിയല്ലോ അവര്, സിദ്ധാർത്ഥരാജനെയും പുറത്താക്കി. അതൊക്കെ ആ സമയത്തോടുകൂടി തന്നെ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെയുള്ള ആ ക്ലീഷയൊക്കെ കഴിഞ്ഞു. അത് ഹിന്ദു പത്രത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആരും അങ്ങനെ ഇപ്പം പറയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദു വായിക്കാത്തവരാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ ചർച്ചാ വിഷയം അതല്ല, തുടങ്ങി അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. ഏതായാലും അങ്ങനെ ഹിന്ദു എന്ന പത്രത്തിൻ്റെ എഡിറ്റർ എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന, മാധ്യമ നൈതികത ലെവലേശം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു പ്രസ്താവനയാണ് ഹിന്ദുവിന്റെ വിശദീകരണമായിട്ട് ഇപ്പം നമ്മുടെ എല്ലാം മുമ്പിലുള്ളത്. അങ്ങനെ ഒരു ചോദ്യം പക്ഷേ CPM ൽ വന്നില്ല, മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും വന്നില്ല. അല്ലത് ഇപ്പം അരുൺകുമാർ പറഞ്ഞല്ലോ, അത് ഇനിയുള്ള ദിവസങ്ങൾ വരുമായിരിക്കും. ഇന്നത്തെ അവരുടേതായ തിരക്കുകൾ, ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും, അതുകൊണ്ടായിരിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വരുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതങ്ങനെ അലക്ഷ്യമായിട്ട് വിടാൻ മുഖ്യമന്ത്രിക്ക് മേലെ ഒരു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ട് ശ്രീ ജയേന്ദ്രൻ, ഒരു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ട്. RSS ADGP ചർച്ച എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ മുഖ്യമന്ത്രി കൃത്യമായ ഒരു പ്രതികരണം, വിമർശനം ഉയർത്തുന്നില്ല എന്നൊരു ആരോപണം ഇവിടെ എയറിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്
മറിച്ചുള്ള വാദങ്ങൾ അത് ലീഡാക്കി അതുകൂടി ചേർത്തുകൊണ്ട് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഒരു PR ഏജൻസിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അത്ര ശക്തമായി പ്രതികരിക്കേണ്ട സമയമല്ലേ? അതിന് ഇനിയും അങ്ങോട്ട് സമയം കൊടുക്കുക എന്ന് പറയുമ്പോൾ സംശയകരമല്ലേ ശ്രീജയേന്ദ്രൻ? അല്ല സ്മൃതി, ഈ ചാപ്പകുത്തൽ എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനെ കുറെ കാലമായി അഴിമതിക്കാരനായിട്ട് ചാപ്പകുത്താൻ എത്രയോ തീവ്ര ശ്രമങ്ങളാണ് നടന്നു പോന്നിട്ടുള്ളത്. അതായതാണ്ട് അതിന്റെ അന്ത്യത്തോടടുക്കുകയാണ്. അഴിമതിക്കാരൻ എന്നുള്ളത് മറ്റു പല, ഞാനതിന്റെ നിയമപരവശങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ കൂടെ ഒന്നിച്ച് വരുന്നുണ്ടല്ലോ ഇപ്പൊ ഏതാണ്ട്. അപ്പൊ ഇനി പുതിയ ഒരു ചാപ്പയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പലരും, വർഗീയവാദിയായി ചാപ്പ കുത്താനുള്ളത്. മറ്റേതിന്റെ ഏതാണ്ട് അന്ത്യത്തോടടുക്കുന്നു. അപ്പൊ ഇനി പുതിയ ചാപ്പ കണ്ടെത്തുകയാണ്. ആ ചാപ്പയിലൊന്നും കുത്താൻ കഴിയുന്ന ആളാണ് പിണറായി വിജയൻ. ഇപ്പൊ അൻവർ എന്ന് പറഞ്ഞല്ലോ പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് ഞാൻ പറയില്ല എന്ന് അൻവറിന് പോലും പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അൻവറിന് പിണറായിയോട് ഇന്ന് ഇഷ്ടം കൂടിയതുകൊണ്ടാണോ? അല്ലല്ലോ, അതാ നിലപാട് കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ആ ചാപ്പ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകാത്തത്. അതുകൊണ്ടാണ് കേട്ടോ താങ്കളുടെ ചോദ്യത്തിന് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഞാൻ മറുപടി പറയൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ചാപ്പകളിലൊന്നും ഒരർത്ഥവുമില്ല. പക്ഷേ ഈ പ്രശ്നം അത് ഈ ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എത്തിക്കൽ എന്താണ് ഒരു ഇടപെടൽ അല്ല ഹിന്ദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഞാൻ പറയൂ. മറ്റേ PR ഏജൻസി അല്ല അതിൻ്റെ അകത്ത് കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ മുഖ്യമന്ത്രിയോ അല്ല കുറ്റം പറയേണ്ടത്. ആര് നിയോഗിച്ച PR ഏജൻസി എന്നുള്ള ചോദ്യം അവിടെ ഏറി നിൽക്കുകയാണ് ശ്രീജയേന്ദ്രൻ. അങ്ങനെ ഒരു ചോദ്യം താങ്കൾക്കുമില്ലേ? ആര് നിയോഗിച്ചാണ് ഈ PR ഏജൻസിയെ? ആർക്ക് വേണ്ടി വന്നു? അല്ലാതെ ആർക്ക് വേണ്ടി ഈ വാചകങ്ങൾ തിരികെ കയറ്റുന്നു? അതിന് മറുപടി കിട്ടണ്ടേ? നമുക്കറിയാം. അല്ലാതെ അത് അങ്ങനൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ അത്ഭുതപ്പെട്ടു പോകുന്നത്. എന്താണെന്നറിയാമോ? ഈ പ്രശാന്ത് കിഷോർ ഇപ്പൊ എവിടെയാണ്? പ്രശാന്ത് കിഷോർ എങ്ങനെയാണ് ഈ രംഗത്ത് വന്നത്? ഇതറിയാൻ വയ്യാത്ത ആളല്ലോ ജയസൂര്യൻ. ആണോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരാണോ? അല്ലല്ലോ. പ്രശാന്ത് കിഷോറിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? അതുപോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞു വന്ന അനലിസ്റ്റുകളുടെ പലരുടെയും നില ഇപ്പൊ എന്താണ്? അതൊക്കെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളായി പ്രവർത്തിക്കുന്നവർ. ഇതൊരു ഏജൻസിയാണല്ലോ. ഈ ഏജൻസി എങ്ങനെ പ്രവർത്തിക്കുന്നു? ഏജൻസിയിലെ 2 ആളുകൾ വന്ന് ഇത്തരം കാര്യങ്ങൾ അങ്ങ് നിശ്ചയിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒരു സ്വകാര്യ PR കമ്പനിയുടെ പ്രതിനിധികൾക്ക് അതിൽ ഒപ്പം ഇരിക്കാൻ പറ്റുന്നു, അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റുന്നു, അതങ്ങനെ വരുത്തുകയും ചെയ്യുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയുന്നേയില്ല. ഇതെന്തായി കേൾക്കുന്നത്? അല്ലാതെ ഞാൻ സ്മൃതി ഞാൻ പറഞ്ഞ അതാണ് ആദ്യത്തെ വാചകം തന്നെ. PR ഏജൻസി കേസ് ആൻഡ് അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ആ ഹിന്ദുവിനെ പറ്റിയുള്ള ധാരണയാണ് തകരുന്നത്. പിണറായിയെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുണ്ട് വ്യക്തിപരമായി എന്താണ് പിണറായി വിജയൻ എന്നുള്ള ധാരണയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് തകരില്ല. അങ്ങനെ PR ഏജൻസിക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് പിണറായി വിജയൻ ഞാൻ ഇപ്പോൾ ഈ നിമിഷവും കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ കഴിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതാമോ? എഡിറ്റർ ഇല്ല, എന്ന് നിയോഗിച്ചിട്ടില്ല. നിസ്സംശയം പറയാൻ നിയോഗിച്ചിട്ടില്ലെന്നേ ഇല്ല. ഇതിന്റെ അകത്ത് മറ്റു ചില പണികൾ നടന്നിട്ടുണ്ട്. ആ പണികളാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ആ പണികൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിൽ അതിശക്തമായ പ്രതികരണവും കേസ് കൊടുക്കുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ആ പ്രതികരണം വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അറിയേണ്ടത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ദ ഹിന്ദുവിന് പിഴവ് പറ്റി എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതിപ്പോൾ അവർ ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുവിന്റെ ഈ ഖേദപ്രകടനത്തിൽ നിങ്ങൾ തൃപ്തരാണോ? ഇപ്പോ ഹിന്ദു ഒരു ക്രെഡിബിലിറ്റി ഉള്ള നാഷണൽ ഡെയിലിയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുണ്ട്. ഹിന്ദുവിനെ കുറിച്ചൊരു പത്രം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആവശ്യപ്പെടുമ്പോൾ വലിയ തിരക്കുകൾക്കിടയിലാണെങ്കിലും മുഖ്യമന്ത്രി അതിനെ അനുവദിക്കുന്നു. ആ ഇന്റർവ്യൂ അവർ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം അച്ചടിച്ചു വരുന്ന പത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പിശക് കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് 2ാം ദിവസമാണ്. ഇന്നലെയാണ് പത്രം അച്ചടിച്ചു വന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കത്ത് കൊടുക്കുന്നു. അവർ അത് തിരുത്തുന്നു. ആ തിരുത്തി അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ഇത്തരത്തിലുള്ള ഒരു ഏജൻസിയെ കുറിച്ച് അവർ പറയുന്നത്. ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു PR ഏജൻസിയുടെ സൗകര്യം പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം അവരുടെ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതുമാണ്. അതെ, ഇതിപ്പോ ഏതെങ്കിലും തരത്തിൽ അവർ PR ഏജൻസിയെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു എന്ന രൂപത്തിൽ അവർ അച്ചടിച്ച വാചകം പറഞ്ഞതാണ് എന്ന് അവർക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ
ഈ രണ്ട് കാര്യത്തിലും അവരുടെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാൻ ആ പത്രം തയ്യാറാകുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും PR ഏജൻസിയുടെ ഒരു സേവനം ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ തേടുന്ന ഒരു സാഹചര്യമില്ല. അത് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പരിശോധിക്കും. കാരണം ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന തരത്തിലുള്ള പ്രചരണം നടത്താൻ ഹിന്ദു ദിനപത്രത്തിലെ വാചകങ്ങൾ ഹേതുവാകുന്ന തരത്തിൽ, കാരണമാകുന്ന തരത്തിലുണ്ടായ സാഹചര്യം വിശദമായി തന്നെ ഗവൺമെന്റ് പരിശോധിക്കും. കാരണം ഇവിടെ പലതരത്തിലും വാർത്തകൾ വരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അതിലെ തെറ്റ് മനസ്സിലാക്കുന്നു. ചില ആളുകൾ മാപ്പ് പറയുന്നു, ചില ആളുകൾ ഖേദം പ്രകടിപ്പിക്കുന്നു, ചില ആളുകൾ മാപ്പ് പറയാൻ മത്സരിക്കുന്നു. ആദ്യം മാപ്പ് പറഞ്ഞ ആരാണെന്ന് അതിൽ മത്സരം വരുന്നു. ഇതെല്ലാം അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ക്ലിയർ ആണ്. മുഖ്യമന്ത്രി ഒരു അഭിമുഖം നൽകുമ്പോൾ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് അയച്ചു കൊടുക്കുന്ന പതിവ് സാധാരണ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കുണ്ട്. അങ്ങനെയൊന്നും അയച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിന് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എന്തൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, എന്തൊക്കെ കാര്യങ്ങളിൽ പറയില്ല എന്നുള്ള ഒരു ധാരണ യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ നടത്താൻ പോകുന്ന ആൾക്കറിയാം. ചില കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ തയ്യാറായി തന്നെ മുഖ്യമന്ത്രി വരാറുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തത ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഹിന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? ഇതിപ്പോ സാധാരണ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക സാധാരണ ഉണ്ടാവാറില്ല. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ലേഖനമായിട്ട് വരുമ്പോൾ ഉൾപ്പെടുത്താറുമില്ല. ചിലപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് എടുക്കുന്നെങ്കിൽ അതിൽ പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമില്ലല്ലോ. ഒരു ലേഖനം, ഹിന്ദു പോലുള്ള ഒരു നാഷണൽ ഡെയിലി എടുക്കുന്ന ഇന്റർവ്യൂ, അതിന്റെ വരുന്ന ലേഖനം മുൻകൂട്ടി തന്ന് മുഖ്യമന്ത്രി അത് സൈൻ ചെയ്ത് കൊടുത്താലേ, അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാവൂ എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള സംഭവിച്ചത് വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒന്നും മറക്കാനില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്തകൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് അല്ല, ഞാൻ പറഞ്ഞ വാചകം ഞാൻ അവസാനിപ്പിക്കണമല്ലോ. ഞാനിത് അവസാനിപ്പിക്കാൻ തന്നെയായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. അതായത് അത്തരത്തിൽ വരുന്ന മുഴുവൻ വാർത്തകളും പൊളിഞ്ഞു പാളീസാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരു ആരോപണം പോലും നിലനിൽക്കുന്ന സാഹചര്യമില്ല. ഇപ്പൊ PV അൻവർ 2 ദിവസം വലിയ പത്രസമ്മേളനം നടത്തി, പ്രസംഗം നടത്തി. അദ്ദേഹം നിർത്തി. അദ്ദേഹം ഉന്നയിച്ച ആരോപണം മുഴുവൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ബഹുമാനപ്പെട്ട സുഹൃത്തൊക്കെ പറഞ്ഞു പഴയ ഏതോ LC മെമ്പർ വന്നു എന്നൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-വുമായി ബന്ധപ്പെട്ട ഒരാളും അവിടെ ഇല്ല. സ്വാഗതം പറഞ്ഞപ്പോ ഞങ്ങൾ കോൺഗ്രസ്സുകാർ, ഞങ്ങൾ ലീഗുകാർ, ഞങ്ങൾക്ക് സ്വാഗതം പറയാന്നൊക്കെ പറഞ്ഞു. ആളെ കൂട്ടിയത് ആരൊക്കെയാന്ന് അറിയാം. ഞങ്ങൾ CPM-വുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല. അല്ല, മുൻ ലോക്കൽ സെക്രട്ടറി ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും പാർട്ടി പോട്ടെന്ന്, അവർക്കൊക്കെ ഏതെങ്കിലും പാർട്ടിയാണ്. ഞാൻ പറഞ്ഞ മുൻ ലോക്കൽ സെക്രട്ടറി. ഈ മുൻ എന്നതിന്റെ അർത്ഥം എന്താണ്? 3117 പാർട്ടി മെമ്പർമാര് അല്ല പറഞ്ഞ. ഒരു മിനിറ്റ്, CPM-ന് നിലമ്പൂർ മണ്ഡലത്തിൽ 3117 പാർട്ടി അംഗങ്ങളും 171 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 33 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉണ്ട്. ഒരാളും പോയിട്ടില്ല. CPM-ന്റെ അനുഭാവികളും പോയിട്ടില്ല. അവിടെ കൂടിയ ആളുകൾ ഇത് കൃത്യമായിട്ട് 1985-ൽ കേരളത്തിലെ എല്ലാ മേഖലയിലും കൂടിയല്ലോ. പ്രധാനപ്പെട്ട ഒരു നേതാവ് പുറത്തുപോയപ്പോ 1993-ൽ കേരളത്തിന്റെ എല്ലാ മുക്കിലും ആളുകൾ കൂടി. മറ്റൊരു നേതാവ് പുറത്തുപോയപ്പോ ആ സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം അത് ഒരാളുടെ പ്രസംഗം കേൾക്കാൻ പലരും പോകും. ആ പോയ പാർട്ടിയും പിന്നീടുണ്ടായ പാർട്ടിയുടെ സാഹചര്യങ്ങളും എല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം വ്യക്തി എന്ന രൂപത്തിലല്ല. ആ ആരോപണത്തിൽ മെറിറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കും. ഒന്നുകൂടി PR ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ അരുൺകുമാർ, PRD മുഖ്യമന്ത്രിക്കുള്ള ഈ 12 ഉപദേഷ്ടാക്കൾ, അതിലപ്പുറം പുറത്തൊരു ഏജൻസിയെയും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല എന്ന ഉറപ്പാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഒരു PR ഏജൻസിയും പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഇവിടെ ഒരു പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ സഹായം തേടുന്നത് പോലെയോ മറ്റുപോലെയോ അല്ലല്ലോ. ഇതൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ എടുക്കാനോ കൊടുക്കാനോ പ്രചരിപ്പിക്കാനോ ഒരാളുടെയും സേവനം തേടിയിട്ടില്ല എന്ന് എത്ര കൃത്യമായിട്ടാണ് ഞാൻ വ്യക്തമാക്കിയത്. ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. നിയമ നടപടി എന്നൊരു ആലോചനയിലേക്ക് ഇതുവരെ പാർട്ടി കടന്നിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസും കടന്നിട്ടില്ല. അതിലാണ് അസ്വാഭാവികത. ഒരുപാട് കാര്യങ്ങളിൽ അസ്വാഭാവികത നിങ്ങൾ കാണിക്കുകയാണ്. അല്ല, ഒരു അസ്വാഭാവികം വേണ്ട. ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാപ്പായിട്ട് വന്ന് അത് തിരുത്തിക്കോളും. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്തെങ്കിലും അസ്വാഭാവികത ഹിന്ദുവിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ
അല്ല കുറെ മാപ്പുകൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ടല്ലോ. ഖേദമായിട്ടും മാപ്പായിട്ടും വരുന്ന ഒരു പരമ്പര തന്നെ കണ്ടു. എല്ലാ ആർക്കൈവിലുണ്ടല്ലോ, നമുക്കെടുത്ത് കാണാലോ. ഹിന്ദുവിന് അത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഹിന്ദു നയം വ്യക്തമാക്കട്ടെ. ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ പറഞ്ഞു. ഒരു തരത്തിൽ ആരുടെയും സേവനം പ്രയോജനപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യമില്ല. ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, മുഖ്യമന്ത്രിയെ വേറെ രീതിയിൽ ചാപ്പകുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ഗൂഢ ആലോചന അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് പരാതിപ്പെടുന്ന ഒരു ഉദ്ദേശമില്ല, അല്ലെങ്കിൽ നിയമ നടപടി എന്ന ഗുരുതരമായ ഒരു ശക്തമായ ഒരു തീരുമാനത്തിലേക്കൊന്നും പോകുന്നില്ല അല്ലേ? അപലപിക്കുന്നു. ഹിന്ദുവിന്റെ പ്രവർത്തനമായാലും PR ഏജൻസിയുടെ പ്രവർത്തനമായാലും അപലപിക്കുന്നു. ഞാൻ പറയാം ഈ മുഖ്യമന്ത്രിയെ ചാപ്പ നിങ്ങൾ എത്ര കുത്തിയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ലോകത്താകമാനം അറിയാം. ഇപ്പൊ ന്യൂനപക്ഷ പീഡനം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു എന്ന് പറഞ്ഞിട്ടില്ലേ ആദ്യത്തെ ഒരു മാസം ചർച്ച നടന്നേ? ഇപ്പൊ പറയുന്നു RSS പീഡനമാണ്, RSSുമായിട്ട് ബന്ധം എന്ത് ഇത്തരത്തിലുള്ള എത്രയോ മുഖ്യമന്ത്രി അല്ല പാർട്ടി ഞങ്ങളുടെ സ്മൃതിക്ക് കൃത്യമായിട്ട് ഈ വിഷയം അറിയില്ലാത്തോണ്ടാ. CPM പാർട്ടിക്ക് പാർട്ടി അംഗങ്ങൾക്കും ആ പാർട്ടിയുടെ ഘടകങ്ങളിൽ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും പറ്റുന്ന ലോകത്തിലെ ഏക പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ല അത് നിങ്ങൾ കൊടുത്തോ? അല്ല അങ്ങനെ വന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ സ്വയം വിമർശനം നടത്തും. അങ്ങനെ വന്ന ഒരു വിമർശനമാണ് ന്യൂനപക്ഷ പീഡനം എന്ന ആരോപണം. അത് നിങ്ങൾക്ക് തിരിച്ചടിയായി. നിങ്ങൾ ന്യൂനപക്ഷ പീഡനമാണ് ചെയ്തത് എന്ന് വന്ന ആരോപണം, ഞാൻ ആ വാക്കു ഉറപ്പിക്കുകയാണ്, ആരോപണം നിങ്ങൾക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇല്ല, ഇത്തരത്തിൽ ആരോപണമായാലും വിമർശനമായാലും സ്വയം വിമർശനമായാലും ചൂണ്ടിക്കാണിക്കലുകളായാലും ഇതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കുറവുകളും പരിഹരിക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നത്, കൂടുതൽ വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇപ്പൊ KPCCയുടെ നേതാവ് K മുരളീധരൻ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ ഒരാഴ്ച മുമ്പ്, കോൺഗ്രസ് ഇങ്ങനെ അതും ഇതും പറയും, മാധ്യമങ്ങൾ പറയണ കേട്ട് നടക്കും. 3ാം പിണറായി സർക്കാരും വരും, 4ാം LDF സർക്കാരും വരും, ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് മാറും. അതുകൊണ്ട് കോൺഗ്രസ് നയം തിരുത്തണം. 86,000 വോട്ട് എങ്ങനെയാണ് തൃശ്ശൂര് നഷ്ടപ്പെട്ടത്? അത് കോൺഗ്രസ് മറുപടി പറയണമെന്ന് പറഞ്ഞതേ K മുരളീധരനാ. ശരി, ശബരി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ റിപ്പോർട്ട്, നിങ്ങളൊരു റിപ്പോർട്ട്, ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിന് ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നാണ് തീരുമാനം. അല്ല, എനിക്ക് മനസ്സിലാവാത്ത സ്മൃതി, ഹിന്ദുവിന്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് PR ഏജൻസി കൈസൺ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് പിണറായി വിജയൻ. എന്നുവെച്ചാൽ കൈസൺ ഹിന്ദുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു ഇന്റർവ്യൂ എടുക്കൂ മുഖ്യമന്ത്രിയുടെ എന്നാണ് ഹിന്ദുവിന്റെ ഇന്നത്തെ എഡിറ്ററിന്റെ ആദ്യത്തെ വരി പറഞ്ഞേക്കുന്നത്. അതാണ് ഇവിടെ അരുൺകുമാർ പറയുന്നു അങ്ങനെ ഹിന്ദു ആണ് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത്. ഹിന്ദു പറയുന്നു നമ്മളല്ല പോയത്, കൈസൺ വന്ന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ എടുത്തു എന്ന് ചോദിച്ചു. ഇതിൽ ആരെ വിശ്വസിക്കണം? രണ്ടാമത്, ഇവിടെ നേരത്തെ സ്മൃതി പറഞ്ഞു കൈസൺ എന്ന് പറഞ്ഞ കമ്പനി ഒഫീഷ്യൽ ആയിട്ടുള്ള PR ഏജൻസി ആണെന്നാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഈ PRDയുടെ പ്രത്യേകിച്ച് ഡേറ്റയൊക്കെ എടുത്ത് നോക്കി. 2010 മുതലുള്ള ഓർഡേഴ്സ് നോക്കിയിട്ട് ഒരു ഇന്റേണൽ ഓർഡറിലും കൈസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയെ PRD എംപാനൽ ചെയ്തതായിട്ട് ഞാനിപ്പോൾ കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ PRD വകുപ്പ് എംപാനൽ ചെയ്യുന്ന കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഷ്കർഷ എന്ന് വെച്ചാൽ അവർ പറയുന്ന ഓർഡറിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിന്റെ ഗവൺമെന്റായിട്ട് ബന്ധപ്പെടുന്ന ക്രിയേറ്റിംഗ് അഡ്വർടൈസിംഗ് ഏജൻസിക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഓഫീസ് ഇൻ കേരള ആൻഡ് ഇൻ ഓഫീസ് ഇൻ ട്രിവാൻഡ്രം വിത്ത് അഡിക്വേറ്റ് മാൻ പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ PR നടത്തുന്ന ഒരു PRDയുടെ ഒപ്പം വർക്ക് ചെയ്ത ഏത് കമ്പനി ആയാലും ഈ കേരളത്തിൽ ഒരു ഓഫീസും വിശേഷ തിരുവനന്തപുരത്ത് ഒരു ഓഫീസും ഇൻഫ്രാസ്ട്രക്ചറും വേണം. അതൊന്നുമില്ലാതെ ബോംബെയിലും ഹൈദരാബാദിലും ചെന്നൈയിലും ഡൽഹിയിലും മാത്രമുള്ള കേരള അല്ല സ്മൃതി, ലെറ്റ് മീ കം ടു മൈ പോയിന്റ്. ലെറ്റ് മീ വൈൻഡ് അപ്പ് മൈ പോയിന്റ്. എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഔദ്യോഗികമല്ലാത്ത ഒരു ഏജൻസിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ 2 വരി ചേർക്കാൻ കഴിയുന്നത്? അവര് ആരുടെ ഏജന്റാണ്? RSSന്റെ ഏജന്റാണോ? അവരെ പേ ചെയ്യുന്ന ആരാണ്? ആരുടെ ഇടനിലക്കാരാണ്? ഈ സ്റ്റേറ്റിന് അറിയണം. കാരണം നിങ്ങൾ ഒരു സ്റ്റേറ്റിന് അറിയണം എന്നൊരു ചോദ്യം വന്നിട്ടില്ല എന്നതാണ്. നമുക്ക് ഏതായാലും ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കാം. കാരണം നാളെയും ഇത് തുടരുമല്ലോ. നാളെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ള സൂചനകളാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ നൽകുന്നത്. നാളെയും ഇതിന്റെ ചർച്ച തുടരുമെന്നുള്ള സൂചന തന്നെയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, KS ശബരിനാഥൻ, S ജയസൂര്യൻ, M ജയചന്ദ്രൻ, NM Pearson ചർച്ചയിൽ പങ്കെടുത്തതിന്.